കാരണത്തിന് വേണ്ടി സുലൈമാൻ നബിയെ നിങ്ങൾക്ക് ഞാൻ ലോകം മുഴുവൻ ഭരിക്കാനുള്ള രാജാധികാരം തന്നു. ഇൽമിനെ തെരഞ്ഞെടുത്തവർക്കൊക്കെ അല്ലാഹു വലിയ ഫദ്ല് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോ ഒരു ഗ്രൂപ്പോ വിഭാഗമായി കണക്കാക്കണ്ട കേട്ടോ. ഇന്ത്യയല്ല, ലോകം മുഴുവൻ അറിയപ്പെട്ട മഹാപണ്ഡിതനാണ്. ഇന്ത്യയുടെ അഭിമാന തേജസ്സാണ് സുൽത്താനുൽ ഉലമ ശൈഖുനാ കാന്തപുരം AP ഉസ്താദ്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അതാ മലേഷ്യൻ സർക്കാർ ശൈഖുനാ ഉസ്താദിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് കൊടുത്തയച്ചു, കോഴിക്കോട്ടേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ്, മലേഷ്യയുടെ ഫ്ലൈറ്റ്. ഉസ്താദിനെ ആ ഫ്ലൈറ്റിൽ വിളിച്ചു കൊണ്ടുപോയി മലേഷ്യയിൽ ഇറക്കി. അവിടുത്തെ പ്രധാനമന്ത്രി വന്ന് സ്വീകരിച്ചു. അവിടുത്തെ മറ്റുള്ള മന്ത്രിമാര് വന്നു. അവിടുത്തെ പ്രധാനമന്ത്രി AP ഉസ്താദിന്റെ വീൽ ചെയർ ഉന്തിക്കൊണ്ടോണ ചിത്രം നിങ്ങൾ വൈറലായി കണ്ടതല്ലേ? AP ഉസ്താദ് IAS ആണോ? AP ഉസ്താദ് അഡ്വക്കേറ്റ് ആണോ? AP ഉസ്താദ് BA ആണോ? MA ആണോ? MAB ആണോ? BTech ആണോ? MTech ആണോ? IPS ആണോ? IFS ആണോ? IRS ആണോ? ഒന്നുമല്ല. AP ഉസ്താദിന്റെ ഡിഗ്രി എന്താണ്? വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്ത് കോളേജിൽ നിന്ന് വാഖബി ബിരുദം നേടിയ മഹാപണ്ഡിതനാണ് സുൽത്താനുൽ ഉലമ. പക്ഷേ അവിടുന്ന് ഇൽമിനെ പ്രിയം വെച്ചു. നാഫിയായ ഇൽമ് അല്ലാഹ് കൊടുത്തപ്പോൾ ആർക്കെങ്കിലും നാഫിയായ ഇൽമിനെ നൽകപ്പെട്ടാൽ അധികരിച്ച ഖൈറുകൾ അല്ലാഹു അതിന്റെ പിറകെ അവന് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ? നാഫിയായ ഇൽമി AP ഉസ്താദിന് കിട്ടിയപ്പോ മലേഷ്യൻ സർക്കാർ കൊണ്ടുപോയി അവാർഡ് കൊടുത്ത് സ്വീകരിച്ചു. അബുദാബി സ്വീകരിച്ചു, ഖത്തർ സ്വീകരിച്ചു, സൗദി അറേബ്യ സ്വീകരിച്ചു. ലോകരാജ്യങ്ങൾ മുഴുവൻ ശൈഖുനാനെ അപ്രിഷിയേറ്റ് ചെയ്തു. ഈ അടുത്ത സമയത്ത് നിങ്ങൾ വായിച്ചില്ലേ? അതേ ഒരു അമുസ്ലിമായ പെണ്ണിനെ കൊലക്ക് വിധിച്ചിരുന്ന നാട്ടില്, അതേ ഒരു അമുസ്ലിമായ പെണ്ണിന് അന്യനാട്ടില് കൊലക്കുറ്റത്തിന് വേണ്ടി കൊല്ലാൻ വിധിച്ചിരുന്നു. മറ്റന്നാൾ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ആ പെണ്ണിന്റെ വധശിക്ഷ നീട്ടിവെപ്പിക്കാൻ ഇന്ത്യയിൽ നിന്ന് കാന്തപുരം ഉസ്താദ് ഇടപെട്ടു. അവിടുത്തെ പണ്ഡിതനായ ഉമർ ഹഫീദ് തങ്ങൾ മുഖാന്തരം യമൻ എന്ന് പറയുന്ന രാജ്യത്താണ് ഈ സംഭവം. ആ പെണ്ണിന്റെ വധശിക്ഷ നീട്ടിക്കൊടുത്തു. ഇന്നത്തെ ഈ സമയം വരെ ആ പെണ്ണിനെ ആ നാട്ടിൽ കൊന്നിട്ടില്ല. എത്രയോ മാസം മുമ്പ് കൊല്ലപ്പെടേണ്ട പെണ്ണിനെ ഇത്ര ദിവസം കൊല്ലാതെ ഇരിക്കുന്നത് ശൈഖുനായുടെ ഇടപെടലാണ്. ശൈഖുന ആരാ? പണ്ഡിതനാണ്. നാഫിയായ ഇൽമ് അല്ലാഹ് കൊടുത്തപ്പോ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അധികരിച്ച ഖൈറാത്തുകൾ നൽകുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇൽമിനെ തെരഞ്ഞെടുത്തപ്പോ അല്ലാഹ് പറഞ്ഞു, സുലൈമാൻ നബിയെ നിങ്ങൾക്ക് ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള അധികാരം തന്നു. ജിന്നുകളെ നിങ്ങളുടെ ഖാദിമീങ്ങളാക്കി, ശൈത്താന്മാരെ നിങ്ങളുടെ ഖാദിമീങ്ങളാക്കി. എല്ലാവരും നിങ്ങളുടെ അണ്ടറിലാണ്, നിങ്ങളുടെ മീതെ ആരുമില്ല. അതിന്റെ തെളിവാണ് പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ കാണാം. മൊബൈൽ പറഞ്ഞപ്പോഴല്ലേ നമ്മൾ